കോഴിക്കോട് മാങ്കാവ് കടുപ്പിനിയിൽ സ്വകാര്യ ബസ്സിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. അനീഷ് ദേവസിയുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, എങ്ങനെയാണ് ഈ ബസ്സിന് തീപിടിക്കാനുള്ള ഒരു കാരണം? ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ പരിക്കേൽക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അമൽ, ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൂടിയാണ് കോഴിക്കോട് ഈ സ്വകാര്യ ബസ്സിന് തീപിടിച്ചിരിക്കുന്നത്. ഇത് കോഴിക്കോട് സിറ്റി പെരുമണ്ണ റൂട്ടിൽ വരുന്ന ഗാലക്സി ബസ്സാണിത്. ഈ ബസ് ഇപ്പോൾ ഏതായാലും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നിലവിൽ ഫയർഫോഴ്സ് എത്തി ഇവിടെ നിന്ന് തീ അണയ്ക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ആളുകൾക്ക്, യാത്രക്കാർക്ക് പരിക്കുകളൊന്നുമില്ല. ഈ ബസ് കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്നും പെരുമണ്ണയിലേക്ക് സർവീസ് നടത്തിയ ഈ കോഴിക്കോട് മാങ്കാവിലെത്തിയപ്പോൾ ആ ബസ്സിൽ നിന്ന് തീയും പുകയും ഉയരുന്നുണ്ട്. യാത്രക്കാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഡ്രൈവർ ബസ് ഈ സൈഡിലേക്ക് ഒതുക്കിയായിരുന്നു. തുടർന്ന് സുരക്ഷിതമായി യാത്രക്കാരെ വെളിയിലിറക്കി. തുടർന്ന് ഫയർഫോഴ്സിൽ അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ കോഴിക്കോട് മീൻചന്തയിൽ നിന്നും ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് എത്തി ബസ് തീ പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ചാൽ നിലവിൽ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. ആർക്കും പരിക്കുകളൊന്നുമില്ല. ബസ് ഏതായാലും ഇപ്പോൾ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അമൽ, ഇതിന്റെ ഒരു പ്രാഥമിക കാരണം എന്തെന്ന് നിലവിൽ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ചേട്ടാ, നിലവിൽ ഈ അപകടം നടക്കുമ്പോൾ ഈ ഇവിടെ ഭാഗത്തുണ്ടായിരുന്നോ? ചേട്ടാ, ഈ അപകടം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. ചേട്ടാ, ഈ അപകടം നടക്കുമ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ ഉണ്ടായിരുന്നാണോ? ഇല്ല. ിട്ടൊന്നുമില്ല. എല്ലാവരെയും കൃത്യമായി രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് ഒരു തരത്തിലുള്ള പരിക്കുകളോ പൊള്ളലോ ഏറ്റിട്ടില്ല. ഈ തീ പടർന്നത് കണ്ടപ്പോൾ തന്നെ യാത്രക്കാർ ഡ്രൈവറെ അടക്കം വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ ബസ് നിർത്തിയാണ് ആളുകൾ ഇറങ്ങി മാറുകയും പിന്നീട് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയും ചെയ്തത്. അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.